ഡോക്ടർമാർക്ക് സമൂഹമാധ്യമങ്ങളിൽ വിലക്കേർപ്പെടുത്തിയ വിവാദ ഉത്തരവ് പിൻവലിച്ച ആരോഗ്യവകുപ്പ്. യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം പോലുള്ള നവമാധ്യമങ്ങളിൽ ചാനൽ തുടങ്ങുന്നതും പരസ്യ വരുമാനം ഉണ്ടാക്കുന്നതും ചട്ടവിരുദ്ധമെന്നായിരുന്നു സർക്കുലർ. ഉത്തരവിനെതിരെ KGMOയിൽ നിന്നുൾപ്പെടെ വിമർശനം ശക്തമായതിനു പിന്നാലെയാണ് ഉത്തരവ് പിൻവലിച്ചത്. സർക്കാരുമായി ആലോചിച്ചതിന് ശേഷം പുതിയ ഉത്തരവ് ഇറക്കിയേക്കും. ടിൻഡു ദാസ് ചേരുന്നു. ടിൻഡു, കൂടുതൽ വിശദാംശങ്ങൾ. രോഹിണി, ഫെബ്രുവരി 27-ാം തീയതിയാണ് വിവാദമായ ഉത്തരവ് ആരോഗ്യവകുപ്പ് ഇറക്കിയത്. ആരോഗ്യവകുപ്പിന് കീഴിൽ വർക്ക് ചെയ്യുന്ന സർക്കാർ ഡോക്ടർമാർക്ക് സാമൂഹ്യ മാധ്യമങ്ങളിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നതും അതോടൊപ്പം തന്നെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള നവമാധ്യമങ്ങളിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും അതിൽ നിന്നും വരുമാനം ഉണ്ടാക്കുന്നതുമൊക്കെ നിരോധിച്ചുകൊണ്ട് അല്ലെങ്കിൽ അത്തരത്തിലുള്ള തീരുമാനങ്ങളൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവായിരുന്നു. 1960-ലെ ചട്ടപ്രകാരം 48 പ്രകാരം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് നവമാധ്യമങ്ങൾ ഉൾപ്പെടെ അതിൽ ഇത്തരത്തിലുള്ള വരുമാനങ്ങൾ പുറമേയുള്ള വരുമാനങ്ങൾ ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ഉത്തരവ് അല്ലെങ്കിൽ ഒരു സർക്കുലർ ഉണ്ടായിരുന്നു. ഈ സർക്കുലറാണ് പിന്നീട് ഇന്നലെ, അതായത് ക്ഷമിക്കണം, ഫെബ്രുവരിയോട് കൂടി ഈ സർക്കുലറാണ് പിന്നെയും ഒന്നുകൂടി ഉത്തരവായി ഇറക്കിയത്. ഇതിനെതിരെ ശക്തമായ രീതിയിലുള്ള എതിർപ്പുകൾ KGMO ഉൾപ്പെടെയുള്ള ഡോക്ടർമാരുടെ സംഘടനയിൽ നിന്നും ഉണ്ടായിരുന്നു. അതേ തുടർന്നാണ് ഇപ്പോൾ ഉത്തരവ് ആരോഗ്യവകുപ്പ് പിൻവലിച്ചിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ നിന്നുള്ള ഒരു ന്യായം ഇങ്ങനെയാണ്: ഈ ഇത്തരത്തിലുള്ള ഉത്തരവുകൾ ഇറക്കുന്നത് ജില്ലാ DHSമാരാണ് ഇത്തരത്തിലുള്ള തീരുമാനം ഉണ്ടാക്കിയത്. DHSമാരുടെ അറിവോടുകൂടിയാണ് ഉത്തരവിറക്കിയത്. ഇതിൽ സർക്കാർ ആരോഗ്യ വകുപ്പിനോ പങ്കില്ല. മുൻകാല പ്രാബല്യത്തിൽ ഈ ഉത്തരവ് റദ്ദാക്കുന്നുവെന്ന് അറിയിച്ചുകൊണ്ടാണ് അല്പസമയങ്ങൾക്ക് മുമ്പ് ആരോഗ്യവകുപ്പ് പുതിയൊരു ഉത്തരവ് ഇറക്കിയത്. സർക്കാരുമായി തീരുമാനിച്ച് അല്ലെങ്കിൽ സർക്കാരുമായി ചർച്ച ചെയ്തതിനു ശേഷം, ഈ കാര്യങ്ങളിൽ കൂടുതൽ ചർച്ച ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പുതിയ ഉത്തരവ് ഇറക്കുക. നിലവിൽ സമൂഹ മാധ്യമങ്ങളിൽ ഡോക്ടർമാർക്ക് അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യവകുപ്പിന് കീഴിലെ ഉദ്യോഗസ്ഥർക്ക് ഇത്തരത്തിലുള്ള നവമാധ്യമങ്ങൾ ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിലക്ക് ഏർപ്പെടുത്തുന്നില്ല. ആ വിലക്ക് പിൻവലിച്ചിരിക്കുകയാണ്. നേരത്തെ യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാം പോലുള്ള നവമാധ്യമങ്ങളിൽ വീഡിയോസ് മറ്റും അപ്ലോഡ് ചെയ്യുന്നതും വരുമാനം ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെടുത്തി അനുമതികൾ ചോദിച്ചുകൊണ്ട് ഒരുപാട് അപേക്ഷകൾ അല്ലെങ്കിൽ ഒരുപാട് എൻക്വയറീസ് ഉണ്ടായിരുന്നു. ആ ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ പുറത്തു നിന്നും വരുമാനം അല്ലെങ്കിൽ ഏർണിങ്സ് ഉണ്ടാക്കുന്നതിന് എതിരെ സർക്കാർ ഒരു തീരുമാനം കൊണ്ടുവരാമെന്നൊരു തരത്തിലായിരുന്നു. ഈ യൂട്യൂബ് അതുപോലെ ഇൻസ്റ്റാഗ്രാം പോലുള്ള മീഡിയകളിൽ ഈ നവമാധ്യമങ്ങളിൽ വിഷ്വൽസ് അല്ലെങ്കിൽ വീഡിയോകൾ പങ്കുവെക്കരുത് എന്നൊരു രീതി കൊണ്ടുവന്നത്. ആ രീതി തൽക്കാലത്തേക്ക് റദ്ദാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ആ രീതി തൽക്കാലം തുടരാം. മറ്റുള്ള കാര്യങ്ങളിലൊക്കെ സർക്കാരും ആരോഗ്യവകുപ്പും ബന്ധപ്പെട്ട ആളുകളുമൊക്കെയുമായിട്ട് ആരോഗ്യവകുപ്പിലെ സംഘടനകളുമായിട്ടൊക്കെ ചർച്ച ചെയ്തതിനു ശേഷം പുതിയൊരു തീരുമാനമുണ്ടാകും. അത്തരത്തിൽ മാത്രമേ പുതിയൊരു ഉത്തരവ് ഇറങ്ങുമെന്നാണ് നിലവിൽ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. ഒരു വ്യക്തതയ്ക്ക് വേണ്ടി ചോദിക്കുകയാണ്. നമുക്കറിയാം, ഈ സർക്കാർ സർവീസിലുള്ള ഡോക്ടർമാർക്ക് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർക്ക് അതനുസരിച്ച് മാത്രമേ പ്രവർത്തിക്കാനും സാധിക്കുകയുള്ളൂ. അത്തരത്തിലുണ്ടായ ആ മാനദണ്ഡങ്ങളുടെ മറപറ്റിയാണല്ലോ ഈ ഒരു ഉത്തരവ് കൂടി ആരോഗ്യവകുപ്പ് പുറത്തിറക്കുന്നത്, സമൂഹ മാധ്യമങ്ങളുടെ ഇടപെടൽ. പക്ഷേ ഇനി ഒരു പുതിയ ഉത്തരവുണ്ടാകും എന്നും പറയുന്നു. ചട്ടവിരുദ്ധമെന്ന് പറയുന്ന അതേ സർക്കുലർ മാറ്റി ഒരു പുതിയ ഉത്തരവുണ്ടാകുമ്പോൾ അത് KGMOയുടെ സമ്മർദ്ദ ഫലമായിട്ടായിരിക്കാം എന്ന് നമുക്ക് കരുതേണ്ടതുണ്ടോ? തീർച്ചയായും അത്തരത്തിൽ കരുതുന്നുണ്ട്. കാരണം ഈ ഉത്തരവ് വന്ന വാർത്തകളായതിനു ശേഷം KGMO ഉൾപ്പെടെയുള്ള സംഘടനകളുടെ ശക്തമായ ഒരു എതിർപ്പ് ആരോഗ്യവകുപ്പിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു. കാരണം ഒരുപക്ഷെ പരസ്യമായ പ്രതികരണം ഇല്ലായിരുന്നെങ്കിൽ പോലും വ്യക്തി സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന രീതിയിലുള്ള നിലപാടാണ് ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളത്. അതിനെ അംഗീകരിക്കാൻ സാധിക്കില്ല എന്ന തരത്തിലുള്ള ഒരു മറുപടി തന്നെയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതികരണമാണ് പുറത്തു വന്നത്. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനം എന്ന് പറയുന്നത് ഇന്റർനെറ്റ് മൗലിക അവകാശമാക്കിയിട്ടുള്ള സംസ്ഥാനമാണ്. അപ്പോൾ ഒരു വിഭാഗം, ഒരുപക്ഷെ ആരോഗ്യ വകുപ്പിൽ ജോലി ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾക്ക് ഇത്തരത്തിലുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സ്വാതന്ത്ര്യം ഹനിക്കപ്പെടുമ്പോൾ ആ രീതിയിലുള്ള ഒരു പ്രതിരോധമായിരുന്നു ആരോഗ്യ വകുപ്പിന് KGMOയുടെ ഒക്കെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളത്. ആ ഒരു പ്രതിരോധത്തിന്റെ ഫലമായിട്ട് തന്നെ ആയിരിക്കണം ഒരുപക്ഷെ ആരോഗ്യ വകുപ്പ് ഈ തീരുമാനത്തിൽ നിന്നും അല്ലെങ്കിൽ ആരോഗ്യത്തിന്റെ കീഴിലുള്ള അധികാരികൾ ഈ തീരുമാനത്തിൽ നിന്ന് പിന്മാറിയിട്ടുള്ളത്. ഇനിയൊരു ഉത്തരവ് ഉണ്ടാവുന്നത് ഒരുപക്ഷെ സമൂഹ മാധ്യമങ്ങളിൽ നിന്നും പണം ഉണ്ടാക്കുന്നതിലുപരി അഭിപ്രായങ്ങൾ പങ്കുവെക്കാം, ആ ഒരു മാനദണ്ഡം വെച്ചുകൊണ്ടായിരിക്കും ഒരുപക്ഷെ പുതിയ ഉത്തരവ് ഇറങ്ങുന്നത്. ഏതായാലും ശക്തമായ എതിർപ്പ് സമൂഹത്തിന്റെ വിവിധ ഭാഗങ്ങൾ, അതായത് സമൂഹത്തിന്റെ വിവിധ ആരോഗ്യ സംഘടനകളുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ ആ എതിർപ്പുകൾക്കൊക്കെ ഫലമായിട്ട് വേണം, അല്ലെങ്കിൽ ആ എതിർപ്പുകൾക്ക് തുടർന്നുകൊണ്ടായിരിക്കണം ഇത്തരത്തിൽ ആരോഗ്യ വകുപ്പ് വിവാദമായ ഉത്തരവ് പിൻവലിക്കുന്നത്. മുൻകാല പ്രാബല്യത്തോടു കൂടിയാണ് ഉത്തരവ് പിൻവലിക്കുന്നത്. ഇനി ഒരു ചർച്ചയിൽ വെച്ചതിന് ശേഷം സർവീസ് സംഘടനകളുടെ ഉൾപ്പെടെ അഭിപ്രായം കേട്ടതിനു ശേഷം മാത്രമായിരിക്കും മറ്റൊരു ഉത്തരവ് പുറപ്പെടുവിക്കുക. രോഹിണി. ശരി, ടിൻഡു ദാസാണ് വിവരങ്ങൾ നൽകിയത്.